ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് വരുന്നുണ്ടേ. അയവ പൊളിച്ച് ആ ഒരു പാൻറ്റോന്ന് സ്പാർക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പേടിച്ചു പോയി അത് കേട്ടിട്ട്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഡേ ബൈ ഡേ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നല്ല കാര്യമാണല്ലേ. കുറേ വണ്ടികൾക്കൊക്കെ ഇപ്പോൾ ജനറൽ ക്ലാസ് 1-2 കോച്ചുകളൊക്കെ അധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. ചില വണ്ടികൾക്ക് മാത്രം. അത് ഈ തിരക്കിൻ്റെയും കാര്യങ്ങളൊക്കെ സീസൺ ടൈമല്ലേ ഇപ്പോൾ. ശബരിമല സീസൺ ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സൗത്ത് സെൻട്രൽ റെയിൽവേ 18ഓളം ശബരിമല സ്പെഷ്യൽ ട്രെയിനൊക്കെ ഇപ്പോൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണേ. ഒരു ലക്ഷൂറിയസ് വണ്ടിയാണ് ഈ ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ വരുന്നത്. ഒരു 6 മാസത്തിനുള്ളിൽ ട്രയൽ റണ്ണും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് നിരത്തിലിറങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കെന്തായാലും നോക്കാം, കാത്തിരുന്ന് കാണാം. അങ്ങനെയല്ലേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഇപ്പോൾ നിരത്തിലുള്ള പ്രീമിയം വണ്ടി എന്ന് പറയുന്നത് രാജധാനിയാണ് അല്ലേ. ആ രാജധാനിയോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ഇറക്കുന്നത് എന്നാണ് പറയുന്നത്. 16 കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ആയിരിക്കും അവർ ഇറക്കാൻ പോകുന്നത് എന്നാണ് ഇങ്ങനെ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ 11 കോച്ച് തേർഡ് എ സിയും 4 കോച്ച് സെക്കൻഡ് എ സിയും 1 കോച്ച് ഫസ്റ്റ് എ സി. അങ്ങനെയായിരിക്കും കോച്ചിൻ്റെ കമ്പോസിഷനൊക്കെ വരുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണിങ്ങനെ. നമുക്കെന്തായാലും നോക്കാം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പുതിയൊരു വന്ദേ ഭാരത് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് 2025 ഉണ്ടാവുക എന്തായാലും. ഇതിപ്പോൾ എന്തായാലും നവംബർ കഴിഞ്ഞില്ലേ. അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് ജമ്മു ശ്രീനഗർ വരെ ആയിരിക്കും കേട്ടോ. അത് നമ്മുടെ USBRL പ്രൊജക്റ്റ് ഇല്ലേ, ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്, ആ ഒരു പ്രൊജക്റ്റ്, ആ ഒരു റെയിൽവേ ലൈൻ വഴിയായിരിക്കും അത് പോകുന്നത്. അത് നമ്മുടെ ചെനാബ് റെയിൽവേ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് ആ ഒരു വന്ദേ ഭാരത് പോകാൻ പോകുന്നത്. പൊളിയായിരിക്കില്ലേ. ഈ ഒരു USBRL റെയിൽ ലിങ്ക് പറഞ്ഞ പ്രൊജക്റ്റ് ഇന്ത്യയിലെ ഒരു അഭിമാന പ്രൊജക്റ്റാണ് കേട്ടോ. പിന്നെ 272 കിലോമീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ആ ഒരു റെയിൽവേ ലിങ്കിൻ്റെ. അതിൽ 255 കിലോമീറ്റർ അവർ ഓൾറെഡി പണി തീർത്തിട്ട് ഫങ്ഷണൽ ആക്കിയിട്ടുണ്ട്. ഇനി ഖത്ര തൊട്ട് റിയാസി വരെയുള്ള 17 കിലോമീറ്റർ എങ്ങാനും മാത്രം കിലോമീറ്ററെ ഇനി പണി തീർക്കാനുള്ളൂ. അത് അണ്ടർ പ്രോസസ്സിലാണ്. അതിൻ്റെ പണിയും എളുപ്പം തന്നെ തീർക്കും. കാരണം ഒരു 2025 ഫെബ്രുവരിയോടുകൂടി ഈ ഒരു ഡൽഹി ശ്രീനഗർ വന്ദേ ഭാരത് ഇന്ത്യൻ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുള്ളിൽ എന്തായാലും ആ റെയിൽവേ ലിങ്ക് പ്രൊജക്റ്റ് അവർ തീർക്കും. പൊളിയായിരിക്കും. നമ്മുടെ ഏറനാട് എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. WAP4 ആരക്കോണം. (166.06) ഏറനാട് എക്സ്പ്രസ് ആണ് പോയത് കേട്ടോ. ട്രിവാൻഡ്രം സെൻറ്ററിൽ നിന്ന് മംഗളൂരു സെൻറ്റർ വരെ പോകുന്ന വണ്ടിയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന വണ്ടി തന്നെ ആയിരിക്കും അല്ലേ. ഇത് തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 3:35 എടുത്തിട്ട് മംഗളൂരു സെൻറ്ററിൽ എത്തുമ്പോൾ വൈകുന്നേരം 5:50 ആവും കേട്ടോ. ഒരു 5:50, 6 മണി, ചിലപ്പോൾ ഒരു 5:30 തന്നെ മംഗളൂരുവിൽ കയറും. സ്ലാക്ക് ടൈം ഉണ്ടാവും ഇഷ്ടംപോലെ ഈ ഒരു വണ്ടിക്ക്.
ഇപ്പോൾ പോയത് 126.02 MGR ചെന്നൈ സെൻട്രൽ മെയിലാണ് കേട്ടോ. ഇതിൻ്റെ പെയറിംഗ് ട്രെയിൻ നമ്മൾ രാവിലെ കണ്ടിരുന്നു, മംഗളൂരു സെൻട്രലിലേക്ക് പോയത് 126.01 നമ്പർ. ഇപ്പോൾ പോയതും സെയിം ലോക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ, രാവിലത്തെ സെയിം ലോക്ക് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ MGR ചെന്നൈ സെൻട്രലിലേക്ക് പോയതും, കൃഷ്ണരാജപുരത്തിൻ്റെ WP7 വെച്ചിട്ട്. ഇപ്പോൾ പോയ ഒരു ട്രെയിൻ മംഗളൂർ സെൻറ്ററിൽ നിന്ന് ഉച്ചക്ക് 1:55 എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ 6:10 MGR ചെന്നൈ സെൻറ്ററിൽ എത്തും കേട്ടോ. ഇത് പോകുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ പോടന്നൂർ പോയിട്ട് നേരെ ഇരിങ്ങൂർ ജംഗ്ഷൻ കയറിയിട്ട് തിരുപ്പൂർ വഴി കയറും. അവിടെ നിന്നിട്ട് ഈ റോഡ് സേലം വഴി MGR ചെന്നൈ സെൻറ്ററിലേക്ക് പോകും. കോയമ്പത്തൂർ ജംഗ്ഷൻ ടച്ച് ചെയ്യാതെയാണ് ഈ ഒരു വണ്ടി പോകുന്നത് കേട്ടോ. MGR ചെന്നൈ സെൻട്രൽ മെയിൽ പോകുന്നതിൻ്റെ ഇടക്കൂടെ 2 ഡീസൽ ലോക്കോ അങ്ങോട്ട് പാസ് ചെയ്ത് പോയിട്ടോ, പയ്യന്നൂർ ഭാഗത്തേക്ക്. ഗോൾഡൻ റോക്ക് ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ഒരു WDG4ഉം WDG4Dയും ലോക്കോയാണ് പോയത്. ട്വിൻസ് ആയിരുന്നു കേട്ടോ അത്. ഇനി വരുന്ന 2 വണ്ടിക്കും ഇവിടെ ഏഴിമല സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഒരു വണ്ടി 163.48 തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ആണ്. നമ്മുടെ മുംബൈ LTTന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ വരുന്ന മത്സ്യഗന്ധി ഇല്ലേ, അത് മാംഗ്ലൂർ സെൻട്രൽ എത്തിയിട്ട് അവിടുന്ന് തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ആയിട്ട് അത് പോകും. രാവിലെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ റൈഡ് ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ. ആ വണ്ടിയും പിന്നെ 163.23 നമ്പറുള്ള മാംഗ്ലൂർ സെൻട്രൽ കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ്. എന്താ പൊന്നെ ആ പേരിൻ്റെ ലെങ്ത് നോക്കിക്ക് നിങ്ങൾ. ആ വണ്ടിയും വരാനുണ്ട്. ആ വണ്ടിയും ഇവിടെ നിർത്തും കേട്ടോ. ചെറിയ പിള്ളേരൊക്കെ സ്കൂളും വിട്ടിട്ട് കുരുത്തക്കേട് കളിച്ചുകൊണ്ട് പോകുന്ന അടികൂടുന്നു. 163.23 മംഗളൂർ സെൻട്രൽ കോയമ്പത്തൂർ മംഗളൂർ എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. ആരക്കോണത്തിൻ്റെ WP4 ആണ്. അങ്ങനെ 163.23 വണ്ടി ഏഴിമലയിൽ നിന്ന് ഡിപ്പാർട്ടായി പോയി. അത് കുറച്ച് അരമണിക്കൂർ ലേറ്റാണ് കേട്ടോ ഈ വണ്ടി. കോയമ്പത്തൂർ ജംഗ്ഷനിൽ രാവിലെ 7:50 എടുക്കുന്ന ഈ ഒരു വണ്ടി വൈകുന്നേരം 6:40 ആകുമ്പോൾ മംഗളൂരു സെൻട്രൽ എത്തും കേട്ടോ. (163.48) തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ ഒരു WP4 ആണ്, 223.81 നമ്പർ. അങ്ങനെ കറക്റ്റ് 1 മിനിറ്റ് ഈ ഒരു ഏഴിമലയിൽ നിർത്തിയിട്ട് തിരുവനന്തപുരം എക്സ്പ്രസ് ഡിപ്പാർട്ടായി കേട്ടോ. മെയിൻ ലൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് സ്പീഡ് കയറും വണ്ടിക്ക്. സ്ലീപ്പറൊക്കെ ഫുള്ള് വേക്കൻ്റ് ആണല്ലോ. കോഴിക്കോടൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഫില്ലാവും കേട്ടോ. ഈ വണ്ടി ഫുള്ളായിട്ട് പോകുന്ന വണ്ടിയാണ് എപ്പോഴും. ഞാനിതിന് ഒരു തവണ യാത്ര ചെയ്തിട്ടുണ്ട്, end to end ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇതിന്, മംഗളൂരു സെൻറ്ററിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ. അതും ജനറൽ ക്ലാസ്സിലാണ് ഞാൻ പോയത് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പോയ ദിവസം. (17 മിനിറ്റ് ലേറ്റായിട്ടാണ് കേട്ടോ ഈ ഏഴിമല എത്തിയ ഈ ഒരു വണ്ടി.
ഇത് മാംഗ്ലൂർ സെൻറ്ററിൽ നിന്ന് ഉച്ചയ്ക്ക് 2:25 എടുത്തിട്ട് പിറ്റേ ദിവസം പുലർച്ചെ 4:15 തിരുവനന്തപുരം സെൻറ്ററിൽ എത്തും കേട്ടോ. 2 വണ്ടി മിക്കവാറും ഇപ്പോൾ ഒരുമിച്ച് വരുവേ. ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഒരു വണ്ടി പിന്നെ പയ്യന്നൂർ എത്തിയിട്ടുണ്ട്, ഒരു വണ്ടി പഴയങ്ങാടി എത്തിയിട്ടുണ്ട്. അവിടുന്ന് മിക്കവാറും ഇപ്പോൾ ഡിപ്പാർട്ടായിട്ടുണ്ടാവും. ഇവിടെ റെയിൽവേ ക്രോസൊക്കെ അടച്ചു. ഒരു വണ്ടി വെരാവലിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ആണ്. ഒരു വണ്ടി താമ്പരത്ത് നിന്ന് മംഗളൂരു സെൻട്രൽ വരെ പോകുന്ന മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ എന്നെ മിക്കവാറും തേക്കും. രണ്ട് വണ്ടി ഒരുമിച്ച് വന്ന് എന്നെ തേച്ചില്ല കേട്ടോ, എന്തോ ഭാഗ്യമുണ്ട്. ഇതൊരു വീക്കിലി വണ്ടിയാണേ. എല്ലാ വ്യാഴാഴ്ചയും മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. വെരാവൽ ജംഗ്ഷനിൽ നിന്ന് രാവിലെ 6:50 എടുക്കുന്ന ഈ ഒരു വണ്ടി ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് തിരുവനന്തപുരം സെൻറ്ററിൽ എത്തും കേട്ടോ. ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ WP7 ആയിരുന്നു അതിൻ്റെ ലോക്കോ ഉണ്ടായിരുന്നു കേട്ടോ. 37142 എന്നായിരുന്നു ആ ലോക്കോയുടെ നമ്പർ. ഈ ഒരു വണ്ടി വെരാവൽ ജംഗ്ഷനിൽ നിന്ന് രാജ്കോട്ട്, അഹമ്മദാബാദ്, വാസൈ റോഡ് വഴി പനവേലിൽ കയറും. പനവേലിൽ നിന്നിട്ട് നമ്മുടെ കൊങ്കൺ റെയിൽവേ റൂട്ട് വഴി അങ്ങനെ വന്നിട്ടാണ് ഇത് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. വെരാവലിൽ നിന്നും തിരുവനന്തപുരം വരെ 2411 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ട്രെയിൻ. ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. 12698 എന്ന നമ്പറിൽ തിരുവനന്തപുരം സെൻറ്ററിൽ നിന്നും MGR ചെന്നൈ സെൻട്രൽ വരെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് ഇത് ഓടുന്നുണ്ട്, സാറ്റർഡേ മാത്രം. ആ വണ്ടി എന്നിട്ട് 12697 എന്ന നമ്പറിൽ തിരുവനന്തപുരം സെൻറ്ററിലേക്ക് തന്നെ തിരിച്ചു വരും. പിന്നെ 16334 തിരുവനന്തപുരം സെൻറ്ററിൽ നിന്നും വെരാവൽ ജംഗ്ഷൻ വരെ വെരാവൽ എക്സ്പ്രസ് ആയിട്ടും ഇത് പോകും. (16159) മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് ആണ് പോയത് കേട്ടോ. ഡെയിലി വണ്ടിയാണ്. ഇതിൻ്റെ പേര് വണ്ടി നമ്മൾ രാവിലെ കണ്ടിരുന്നു, 16160. ഈ വണ്ടി താമ്പരത്ത് നിന്ന് രാത്രി 11:50 എടുത്തിട്ട് പിറ്റേ ദിവസം രാത്രി 7:15 മംഗലാപുരം എത്തും കേട്ടോ. ഹുബ്ബള്ളി ലോക്കോ ഷെഡിൻ്റെ ഒരു WG9 വെച്ചിട്ട് പിന്നെ ഒരു BCN ഫ്ലൈറ്റ് പോയി കേട്ടോ. ഇന്ന് നമുക്ക് പാസഞ്ചർ ട്രെയിനെക്കാട്ടിലും കൂടുതൽ ഫ്ലൈറ്റാണ് കിട്ടിയത് കേട്ടോ. എന്താ അല്ലേ? കണ്ണൂർ SMVT ബംഗളൂരു എക്സ്പ്രസ് ആണ് കേട്ടോ പോയത്. ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ് ഇത്. ഇത് ശരിക്കും KSR ബാംഗ്ലൂർ വരെ ഉണ്ടായിരുന്നതാണേ. അവിടെ എന്തോ യാർഡിൻ്റെ പണി, എന്തോ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ KSR ബാംഗ്ലൂർ വരെ ഇല്ല. അത് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിട്ട് SMVT ബാംഗ്ലൂർ വരെ ആക്കിയിട്ടുണ്ട്. മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ KSR ബാംഗ്ലൂരിലേക്ക് തന്നെ ആക്കുമായിരിക്കും ഈ ഒരു വണ്ടി. ഈ വണ്ടിയുടെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നേരെ മംഗളൂരു സെൻട്രലിൽ കയറും, ജംഗ്ഷനിലും കയറും കേട്ടോ. മംഗളൂരു ജംഗ്ഷനിലും കയറും,
അവിടെ നിന്നിട്ട് കിടിലൻ സീനിക് റൂട്ടായിട്ടുള്ള സുബ്രഹ്മണ്യ റോഡ് സക്ലേഷ്പൂർ വഴി യശ്വന്ത്പൂർ എത്തും. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് SMVTയിലേക്ക് പോകും. കണ്ണൂരിൽ നിന്ന് വൈകുന്നേരം 5:05 എടുത്തിട്ട് പിറ്റേ ദിവസം 7:45, അതായത് പിറ്റേ ദിവസം രാവിലെ 7:45 ആകുമ്പോൾ SMVTയിലെത്തും. നമ്മുടെ ഈ ഒരു മലബാർ ഏരിയയിലുള്ളവർക്കൊക്കെ ബാംഗ്ലൂർ പോകാൻ പറ്റിയ നല്ല കിടിലം വണ്ടിയാണ്. രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ ബാംഗ്ലൂർ എത്തും ഈ ഒരു വണ്ടി. പിന്നെ എന്തേ G9 വെച്ചൊരു ഫ്രൈറ്റ് വരുന്നു, NMG ഫ്രൈറ്റ് ആട്ടോ. കാൺപൂർ ലോക്കോ ഷെഡിൻ്റെ ആട്ടോ WG9. ഈ ഒരു ട്രെയിൻ ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ രാവിലെ മംഗളൂരു സെൻട്രൽ കാലിക്കറ്റ് എക്സ്പ്രസ് ഉണ്ടില്ലേ, അത് രാവിലെ ഞാൻ റൈഡ് ഷെയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ഒരു വണ്ടിക്ക്. ഈ വണ്ടി മംഗളൂരു സെൻറ്ററിൽ നിന്ന് കോഴിക്കോട് പോകും. കോഴിക്കോട് നിന്നിട്ട് കണ്ണൂരിലേക്ക് പാസഞ്ചറായിട്ട് വരും. കണ്ണൂരിൽ നിന്നിട്ട് ചെറുവത്തൂരിലോട്ട് പാസഞ്ചറായിട്ട് പോകും. ആ ഒരു കണ്ണൂരിൽ നിന്ന് ചെറുവത്തൂരിലേക്ക് പോകുന്ന പാസഞ്ചറാണ് ഇപ്പോൾ ഏഴിമല നിർത്തിയത്. അത് ഇവിടുന്ന് ഡിപ്പാർട്ടായി കേട്ടോ. ഇപ്പോൾ പോയ വണ്ടി 16856 നമ്പർ പുതുച്ചേരി എക്സ്പ്രസ് ആണ്. വീക്കിലി വണ്ടിയാണ്. വെള്ളിയാഴ്ച മാത്രം സർവീസ് നടത്തുന്ന ഈ ഒരു വണ്ടി മംഗളൂരു സെൻറ്ററിൽ നിന്നും കോയമ്പത്തൂർ വില്ലുപുരം ജംഗ്ഷൻ വഴി പുതുച്ചേരിയിലേക്ക് പോകും. മംഗളൂരു സെൻറ്ററിൽ നിന്ന് വൈകുന്നേരം 4:35 എടുക്കുന്ന ഈ ഒരു വണ്ടി ശനിയാഴ്ച രാവിലെ 10:15 കൂടി പുതുച്ചേരിയിലെത്തും കേട്ടോ. ഈ ഒരു വണ്ടിക്ക് റൈഡ് ഷെയറിംഗ് ഉണ്ട്. 12685, 12686. ഈ ഒരു വണ്ടി MGR ചെന്നൈ സെൻറ്ററിൽ നിന്നും മംഗളൂർ സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അതുമായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. സദേൺ റെയിൽവേയുടെ ഒരു പോസ്റ്റ് കണ്ടു. ഈ ഒരു 12686, 12685 വണ്ടിക്കും ഒരു UR, ഒരു ജനറൽ ക്ലാസ് അധികം കൊടുക്കുന്നുണ്ടെന്ന്. അത് December 3 തൊട്ട് 4 തൊട്ട് എങ്ങാനും പ്രബലത്തിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി 3 UR കോച്ചസ് ഇതിനുണ്ട്. ഒന്നുകൂടി എക്സ്ട്രാ കൊടുത്താൽ 4 UR എന്തായാലും ആവും. സാധാരണക്കാരെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു ലക്കാണ്. കാരണം എല്ലാ ട്രെയിനിലും URൽ കംപ്ലീറ്റ് തിരക്കാണ്. ഫുൾ ഇങ്ങനെ കുത്തി നിറച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു കോച്ച് കൂടി ആകുന്ന സമയത്ത് കുറച്ചൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അതെന്തായാലും നല്ല കാര്യമാണ്. ഒരു UR അധികം കൊടുത്തിട്ട് 3 ടയർ AC-ന്ന് ഒരു കോച്ച് എടുത്തു കളയാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2 വണ്ടികളൂടി ഇനി വരാനുണ്ടേ. 2 വണ്ടിയും കുറച്ച് ലേറ്റാണ്. ഒരു 10-20 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ ഉള്ളത്. സമയം 6 മണി കഴിഞ്ഞോട്ടിപ്പോൾ. ഇനിയും ലേറ്റ് ആയാൽ ഇരുട്ടാവും. ഇരുട്ടായാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇരുട്ടാവുകയാണെങ്കിൽ ഞാനിവിടെ ഈ വ്ളോഗ് നിർത്തും കേട്ടോ. ഇരുട്ടായ പിന്നെ മര്യാദക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എങ്ങനെയൊക്കെ ആയാലും ഇനിയും ലേറ്റ് ആവാതെ ആ ഒരു ടൈമിൽ തന്നെ പിടിച്ച് വരികയാണെങ്കിൽ ആ വണ്ടിയുടെ വീഡിയോയും കൂടി എടുത്തിട്ട് പോവാം. 2 വണ്ടി അടുപ്പിച്ച് വരുന്നത്.
ഒരു വണ്ടി നമ്മളെ തേച്ചു ഗൈസ്. 126 നമ്പർ MGR ചെന്നൈ സെൻട്രൽ പോകുന്ന MGR ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ആണ് ആദ്യം അങ്ങനെ വന്ന് വരുന്നുണ്ടായിരുന്നത് പയ്യന്നൂർ ഭാഗത്തുനിന്ന്. അത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ യോഗനഗരി ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ യോഗനഗരിയുടെ വീഡിയോ ആണ് എടുത്തത്. അതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നതും. നല്ല LHB കോച്ചുകളൊക്കെ ആയിട്ട് അതിപ്പോൾ ഏഴിമല സ്കിപ്പ് ചെയ്തിട്ട് പോയി. അത് കണ്ണൂർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് മാത്രമേ അതിന് സ്റ്റോപ്പുള്ളൂ കേട്ടോ. 226-59 നമ്പറുള്ള യോഗനഗരി ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വീക്കിലി വണ്ടിയാണ്. വെള്ളിയാഴ്ച ദിവസം മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. വെള്ളിയാഴ്ച രാവിലെ 9:10 കൊച്ചുവേളിയിൽ നിന്ന്, അതായത് ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് എടുക്കുന്ന വണ്ടി ഞായറാഴ്ച ഉച്ചക്ക് 1:35 ഋഷികേശിലെത്തും കേട്ടോ. ഒരു 3 ദിവസം വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ടി വരും ആ ഒരു വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ. ഈ വണ്ടിയുടെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം നോർത്ത് നിന്ന് ആലപ്പുഴ വഴി നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ നിന്നിട്ട് പനവേൽ, സൂറത്ത്, വഡോദര, എന്നിട്ട് രാജസ്ഥാനിലെ കോട്ട ജംഗ്ഷൻ വഴി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് എത്തും. അവിടുന്ന് ഹരിദ്വാർ എത്തി ഹരിദ്വാറിൽ നിന്ന് നേരെ ഋഷികേശിലേക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂട്ട് വരുന്നത്. സതേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ ഈ ഒരു യോഗനഗരി ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. 3415 കിലോമീറ്ററാണ് കൊച്ചുവേളിയിൽ നിന്ന് ഋഷികേശിൽ വരെ ഈ ഒരു വണ്ടി ഓടുന്ന ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിൻ സ്പോട്ടിംഗ് വ്ളോഗൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ട്രെയിൻ സ്പോട്ടിംഗ് വ്ളോഗിൻ്റെ അവസാനത്തെ വണ്ടിയായിരുന്നു ആ ഒരു യോഗനഗരി ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അത് ഇവിടുന്ന് പോയിട്ടുണ്ട്. അതിന് കാസർഗോഡേ സ്റ്റോപ്പുള്ളൂ. അതങ്ങനെ പൊക്കോട്ടെ, എനിക്കെൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ പുതിയൊരു യാത്രയും അതിൻ്റെ കിടിലം വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഔട്ട് ബൈ വെറൈറ്റി വീൽസ്. ബൈ ബൈ ഗൈസ്. ബൈ ബൈ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ബൈ ബൈ ഓൾ.